ഹായ് ഹലോ, ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനം പിങ്കിക്ക് വലിയൊരു ചതിക്കുഴിയിലാണ് ചെന്ന് വീഴേണ്ട അവസ്ഥ ഉണ്ടാക്കിയത്. ഇത്രയും നാളും പിങ്കി ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ഇപ്പോൾ നന്ദ വിധിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു വലിയൊരു ചതിയിൽ നിന്നും രക്ഷപ്പെട്ടു വരാനായിട്ട് പിങ്കിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ നന്ദ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാനായിട്ട് തയ്യാറല്ല. ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നന്ദയുടെ തീരുമാനം. എന്നാൽ ഇതെല്ലാം കേട്ടതിന് ശേഷം പിങ്കി ഭയങ്കര സങ്കടത്തിലാണ്. തന്നെ രക്ഷിക്കാനായിട്ട് ആരും വന്നില്ലല്ലോ, താൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് പിങ്കിക്ക്. ആ സമയത്ത് പിങ്കിയുടെ പപ്പ അവിടെ പിങ്കിയെ കാണാനായിട്ട് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പപ്പ കാണാൻ വന്നപ്പോൾ പോലും പിങ്കി പപ്പയോട് പറയുന്നുണ്ട്, എന്നെ ചതിച്ചു പപ്പേ, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തത്, പക്ഷെ എല്ലാവരും എന്നെ ചതിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിങ്കിയാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള തുടക്കം പിങ്കിയാണ് എന്ന് അവൾ അവിടെ പറയുന്നില്ല. പിങ്കിയുടെ ഭാഗം ശരിയാണ്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രഭുറാമിനോട് പിങ്കി സംസാരിച്ചത്. എന്നാൽ പ്രഭുറാം തിരിച്ചു പറഞ്ഞു, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചിറ്റയെ പറഞ്ഞു വിട്ടു. നിന്റെ ഈ കൊള്ളരുതായ്മയ്ക്കെല്ലാം കാരണം നിന്റെ ചിറ്റയാണ്. നിന്റെ അമ്മയെ പോലെ ചിറ്റ നിന്നെ നോക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നിന്നെ വലിയൊരു പടുകുഴിയിൽ കൊണ്ടിടുന്ന അവസ്ഥ വരെ കൊണ്ടെത്തിച്ചു നിന്റെ ചിറ്റ. അതിന് ഞാൻ ചിറ്റയ്ക്ക് നല്ല ഡോസ് കൊടുത്തിട്ടുണ്ടെന്നും ഇന്ദീവരത്തിൽ ഞാൻ പോയി സറോഗസിക്ക് നീ എങ്ങനെ വിധേയയായി എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. എന്തായാലും എനിക്ക് തെറ്റുപറ്റിപ്പോയി. എനിക്ക് നല്ലതുപോലെ നോക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ നീ ചെയ്ത തെറ്റ് ശരിയാണ്, അല്ലെങ്കിൽ നീ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് വാദിക്കാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ജനിപ്പിച്ചു പോയത് കൊണ്ട് നിന്നെ തള്ളിക്കളയാനായിട്ട് എനിക്ക് പറ്റത്തില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ഒരു എസ് ഐ വന്നതിന് ശേഷം പ്രഭുറാമിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിങ്കിയുടെ പപ്പയാണ്, ഞാനൊരു പ്രൊഫസറാണ്, പക്ഷേ എൻ്റെ മകളുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്കറിയാം. ഒരു ഞാൻ ഒരുപാട് വർഷക്കാലം പ്രൊഫസറായിട്ട് ജോലി ചെയ്ത ആളാണ്. എല്ലാ കുട്ടികളെയും നേർവഴിക്ക് നയിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പക്ഷേ എൻ്റെ മകളെ മാത്രം നേർവഴിക്ക് നയിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്ന് പ്രഭുറാം എല്ലാവരുടെ മുന്നിൽ സങ്കടം പറയുവാണ്. എന്നാൽ തനിക്കറിയാം ഞാനും ഒരു പ്രൊഫസറിന്റെ മകളായിരുന്നു എന്ന് ആ എസ് ഐ പറയുകയും, എന്നാൽ നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റ് ഏറ്റവും വലിയ തെറ്റാണ്, അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഗൗതം സാറിനോട് സംസാരിക്കുക. ഗൗതം സാർ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അവിടെ എസ് ഐ പ്രഭുറാമിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ പ്രഭുറാമിനും തോന്നി, ഇനി തനിക്ക് എന്തായാലും രക്ഷിച്ചല്ലേ മതിയാകൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നാണ് പ്രഭുറാമും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ബാക്കി മറ്റ് വക്കീലന്മാരെ കാണാനായിട്ട് പ്രഭുറാം തീരുമാനിച്ചു. ഈ സമയത്ത് പിങ്കി ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത്. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അവർ പിങ്കിയെ പൂട്ടിക്കഴിഞ്ഞു. ജയിലിൽ കൊണ്ടിട്ടതിനു ശേഷവും അവിടെ അകത്ത് കിടക്കുന്ന ജയിൽ പുള്ളികൾ ഓരോ കാര്യം പറയുമ്പോഴും പിങ്കി തർക്കുത്തരം പറയുന്നത് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും പിങ്കിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും എണീക്കാൻ പറ്റാത്ത വിധമാണ് പിങ്കിക്ക് അടി കൂട്ടിയിരിക്കുന്നത്. ഇനി എന്തായാലും പിങ്കി ഇത്തരം ചതികളൊന്നും ചെയ്യത്തില്ല എന്ന് ആ അടി കിട്ടുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കും. പക്ഷെ ഇത് പിങ്കിയാണ്. എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, എത്ര കിട്ടിയാലും താ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് പിങ്കിക്ക്. പക്ഷേ പ്രഭുറാം ഗൗതമിനെ വിളിച്ച് ഈ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നന്ദയോട് സംസാരിക്കാനായിട്ട് ഗൗതം തീരുമാനിച്ചു. നന്ദയോട് പോയി സംസാരിച്ചപ്പോഴും നന്ദ പറയുന്ന കാര്യം, ഞാൻ ഒരിക്കലും കേസ് ഒത്തുതീർപ്പാക്കാനായിട്ട് തയ്യാറല്ല, ഞാൻ കേസ് പിൻവലിക്കത്തില്ല. അത്രത്തോളം പിങ്കി എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. എന്തെല്ലാം പിങ്കി എന്നോട് ചെയ്തു, എന്നിട്ടും ഞാൻ പിങ്കിയോട് ക്ഷമിച്ചു. പക്ഷേ അവൾ അവസാനം സറോഗസിക്ക് ഞാൻ അവളോട് വരാനായിട്ട് പറഞ്ഞില്ല. എന്നിട്ടും ഇത്രയും തെറ്റ് ചെയ്തിട്ടും എൻ്റെ കുഞ്ഞിനെ അവൾ എനിക്ക് തിരിച്ചു തരും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ ക്ഷമിച്ചു പോയത്. പക്ഷേ അവൾ എൻ്റെ കുഞ്ഞിനെയും കൂടി തട്ടിയെടുക്കാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇനി എന്തായാലും കേസ് പിൻവലിക്കാനായിട്ട് തയ്യാറല്ല. എന്നാൽ ഗൗതം പറഞ്ഞ കാര്യം, പിങ്കി ഇപ്പോൾ ഇത്രയും നമുക്ക് കുഞ്ഞിനെ പ്രസവിച്ച് തന്നതല്ലേ, അത്രയും വേദന സഹിച്ചതല്ലേ, അപ്പോൾ ഒന്ന് അവളോട് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ നന്ദ ഗൗതമിനോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്.
ഇപ്പോൾ പിങ്കിയെ ഞാൻ സറോഗസിക്ക് വരാനായിട്ട് പറഞ്ഞിട്ടില്ല. പിങ്കി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പിങ്കിയെ സറോഗസിക്ക് വിധേയമാക്കുക എന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു. എന്നിട്ടും പിങ്കി ചതിയിലൂടെയാണ് ഈ ഒരു സറോഗസിക്ക് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. പക്ഷേ പിങ്കി ഈ ഒരു സറോഗസിക്ക് വിധേയമായില്ല. ഗീതുവാണ് സറോഗസിക്ക് വാടക അമ്മയാവാനായിട്ട് തയ്യാറായി വാടക അമ്മയായത് എന്ന് വെച്ചോ. അവസാന നിമിഷം കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ തരാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഗീതു ഇതേപോലെ പിങ്കി കാണിച്ചതുപോലെ തന്നെ ഗീതു കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. ഞാനിപ്പോ എന്താണോ കാണിച്ചത് അതുപോലെ തന്നെയായിരിക്കും ഗീതുവിനോട് നിങ്ങൾ പെരുമാറാൻ പോകുന്നത്. അതേ ഞാനും ചെയ്തോളൂ. എങ്ങനെയാണോ നിങ്ങൾ ഗീതുവിനോട് പെരുമാറാൻ പോകുന്നത് അതുപോലെ ഞാനും ഇപ്പോൾ ചെയ്തോളൂ എന്നും, പിന്നെ ഞാൻ എൻ്റെ ഭാഗത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത്രത്തോളം മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ ഒരുപാട് താന്നു, ഒരുപാട് ക്ഷമിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ ക്ഷമിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചത് ഇനി എന്തായാലും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല, കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചത് അതിനുശേഷം തന്നെയാണെന്നും ഇനി എന്തായാലും കേസ് പിൻവലിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നുകൂടി നന്ദ ഗൗതമിന്റെ മുഖത്തടിച്ചതുപോലെ സംസാരിച്ചു. ഇനി എന്തായാലും നന്ദയോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നന്ദ പറയുന്നതെല്ലാം ന്യായമാണ്. അതുകൊണ്ട് അവളോട് ഇനി തർക്കിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഈ സമയത്ത് ഗിരിജ നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നന്ദ ചെയ്തത് തെണ്ടിത്തന സ്വഭാവമല്ലേ, ഇത്രത്തോളം എൻ്റെ പിങ്കിമോൾ അവൾക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ട് അവള് തിരിച്ചു ചെയ്തതോ ഭയങ്കര ക്രൂരതയല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗിച്ച് ഗിരിജ അവിടെ സംസാരിക്കുവാണ്. ആ സമയത്ത് നന്ദയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്മി എല്ലാവരും ശ്രമിച്ചു. അപ്പോൾ ഗൗതം വന്നു. ഗൗതമിനോടും ഗിരിജ ഇതേപോലെ തന്നെ ആവർത്തിച്ചു, നന്ദ ചെയ്ത് തെറ്റല്ലേ എന്ന് പറഞ്ഞ് ആവർത്തിച്ചു. എന്നാൽ ഗിരിജയുടെ വായടപ്പിച്ചുകൊണ്ട് ഗൗതം താക്കീത് നൽകി, ഇനി നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ പിങ്കിമോള് വലിയ ത്യാഗം ചെയ്തു എന്ന്. സറോഗസിക്ക് ഒരു കാരണവശാലും പിങ്കിയെ കൊണ്ടുവരാൻ പാടില്ല എന്ന് നന്ദ ആവർത്തിച്ചു പറഞ്ഞതാണ്. പക്ഷേ ആരും അത് കേട്ടില്ല. അവസാനം പിങ്കി എങ്ങനെ വന്നു എന്ന് ഞാൻ ചതിയിലൂടെ വന്നു, ഞാൻ അത് കൂടുതൽ പറയാത്തത് പോട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞതാണ് പിങ്കി വലിയൊരു ചതിയിലൂടെയാണ് ഈ സറോഗസിക്ക് വിധേയായത്. അങ്ങനെ വിധേയായതിനു ശേഷവും നന്ദ ഒരുപാട് ക്ഷമിച്ചു. പക്ഷേ അവസാനം തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമെന്ന് ചിന്ത നന്ദയുടെ മനസ്സിൽ വന്നപ്പോഴാണ് നന്ദ ഇതിനെല്ലാത്തിനുമെതിരെ പ്രതികരിച്ചത് എന്നുകൂടി ഗൗതം പറയുകയും, മാത്രമല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നന്ദയോട് പോയി സംസാരിക്കുക, ഗിരിജ ചിറ്റ പറഞ്ഞതുപോലെ നന്ദയോട് പോയി സംസാരിക്കുക, എന്നിട്ട് നന്ദയുടെ വായിരിക്കുന്നതെല്ലാം ഗിരിജ ചിറ്റ തന്നെ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നന്ദയുടെ ഭാഗത്തെ ന്യായമുണ്ട്, അവൾ പറയുന്നതെല്ലാം ശരിയാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ ഗൗതം തീർത്തു പറഞ്ഞു. ഇനി പിങ്കിയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നന്ദ കേസ് പിൻവലിക്കണം, ഇല്ലാതെ പിങ്കിയെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം അറിഞ്ഞ അരുന്ധതി നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് പുറപ്പെട്ടു. പിങ്കിയെ കണ്ടു. പിങ്കിയെ കൊണ്ടുവന്നപ്പോൾ തന്നെ പിങ്കിയുടെ ദേഹം ആസകലം ചതഞ്ഞ് മുഖത്തൊക്കെ അടി കിട്ടിയ ആ ഒരു സീന് കണ്ടപ്പോൾ തന്നെ അരുന്ധതിക്ക് ദേഷ്യം വന്നു. ഇതാരാ തല്ലി ചതച്ചത്, പോലീസാണോ എന്നൊക്കെ ചോദിച്ചു. എന്നാൽ പോലീസല്ല, അകത്ത് കിടക്കുന്ന ചീത്ത സ്ത്രീകൾ എന്നാണ് പിങ്കി അവരെ വിശേഷിപ്പിച്ചത്. അത് കേട്ടപ്പോൾ നിങ്ങൾ പിങ്കിയെ, ഇത്രയും തറവാടിയായിട്ടുള്ള പിങ്കിയെ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണോ ജയിലിൽ ഇടുന്നത് എന്ന് ചോദിച്ചപ്പോൾ പോലീസ് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും കുറ്റം ചെയ്ത ഇവളെ, അത് ഏറ്റവും വലിയ കുറ്റമാണ് ഇവള് ചെയ്തത്, ആ ചെയ്ത ഇവളെ ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കണോ? ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ തന്നെ ഇവള് ജീവിക്കണമെന്നും, പിന്നെ സംസാരം അവസാനം ഇങ്ങനെ മൂർച്ഛിച്ച് അവരുടെ തൊപ്പി തെറിപ്പിക്കും എന്നുള്ളൊരു ഭീഷണി വരെ അരുന്ധതിയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഈ സറോഗസിക്ക് അരുന്ധതി എന്തൊക്കെയാണ് ചെയ്തത് എന്നെല്ലാം പോലീസുകാർ അരുന്ധതിയുടെ മുന്നിൽ വിശദീകരിച്ചു. ഞാനിതെല്ലാം ഉൾപ്പെടുത്തി ഒരു മെയില് കമ്മീഷണർക്ക്, മുകളിലുള്ള ഓഫീസർക്ക് അയച്ചിട്ടുണ്ട്. ആ മെയിൽ വന്നോട്ടെ, അതിൽ പിങ്കി ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ തെളിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിങ്കിയുടെ മൊഴിയും ഡോക്ടറുടെ മൊഴിയും എടുക്കും. അങ്ങനെ മൊഴി എടുത്തു കഴിഞ്ഞാൽ അരുന്ധതിയെയും ഞങ്ങൾ ഇതിൽ കൊടുക്കും, അരുന്ധതിയെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഭീഷണിയാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ ഇന്ത്യവിരുദ്ധമുള്ള എല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി നന്ദയുടെ കാല് പിടിച്ചേ മതിയാകൂ. നന്ദയോട് എല്ലാവരും സംസാരിച്ചു. ലക്ഷ്മിയും പവിത്രയും കൂടി പോയി സംസാരിച്ചു. എന്നാൽ നന്ദ പറഞ്ഞത് ഞാൻ ഒരുപാട് വട്ടം ക്ഷമിച്ചതാണ്, പക്ഷേ പിങ്കി അതിന് തയ്യാറായില്ല. എന്നാൽ ലക്ഷ്മി പറഞ്ഞത് ശരി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പിങ്കിയോട് സംസാരിക്കാം, എന്നിട്ട്
നന്ദയുടെ കുഞ്ഞിനെ തൊടാൻ പോലും പിങ്കി ഇനി വരത്തില്ല എന്ന് ഞാൻ അവളെ നിന്ന് സമ്മതം വാങ്ങാം, അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം എന്ന് പറയുമ്പോഴും നന്ദ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പിങ്കിയെ ഇപ്പോൾ അങ്ങനെ സമ്മതിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ കയ്യിൽ നിന്നും സമ്മതം വാങ്ങിച്ചു തിരിച്ചു വന്നു. എന്നാൽ അവൾ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കത്തില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത്? എനിക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് പിങ്കി ഇനി എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. എൻ്റെ ജീവിതം മാത്രം, എൻ്റെ കുഞ്ഞിനെയും ഗൗതം സാറിനെയും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. അങ്ങനെ എൻ്റെ ജീവിതം വരെ ഞാൻ തകർത്തു. അത്രത്തോളം വേദനിച്ച് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ കേസ് കൊടുത്തത്. ഇനി എന്തായാലും ഞാൻ പിൻവലിക്കാനായിട്ട് തയ്യാറല്ല. അഥവാ പിങ്കി ഇനി ഇന്ദീവരത്തിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ഇന്ദീവരത്തിന്റെ പടിയിറങ്ങും എന്ന് നന്ദ ഭീഷണിപ്പെടുത്തിയിരിക്കുവാണ്. എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. എന്തായാലും നന്ദ ഇപ്പോൾ ഓൺ ഫയർ ആണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.